ഡാൻ ഇപ്പോൾ എവിടെയാണുള്ളത്? അവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ, കാഴ്ചകൾ എന്തൊക്കെയാണ്? അശ്വതി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ചൂരൽമലയിലേക്ക്, ഈ ദുരന്തമുണ്ടായ സ്ഥലത്തേക്ക് കടന്നു വരുന്ന വഴിയിൽ. നമ്മൾ മേപ്പാടിയിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ എല്ലാ വാഹനങ്ങളും തടയും. രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ ഒഴികെ ഒരു വാഹനങ്ങളും ഇവിടെ നിന്ന് മുമ്പിലേക്ക് കയറ്റിവിടുകയില്ല. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നിടത്ത് പോലീസ് ബാരിക്കേഡുകൾ തീർത്തിരിക്കുകയാണ്. ആ ബാരിക്കേഡിനപ്പുറത്തേക്ക് ഒരു നിരോധിത മേഖല പോലെ അങ്ങനെയാണ് പോലീസിന്റെ ദൌത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വെച്ച് മുഴുവൻ ആളുകളും രക്ഷാദൌത്യത്തിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ ഒഴികെ മറ്റെല്ലാ വാഹനങ്ങളും ഇവിടെ വെച്ച് തിരികെ വിടും. അതിനുശേഷം ഐഡന്റിറ്റി കാർഡുകൾ പരിശോധിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് മാധ്യമപ്രവർത്തകരെയും അതോടൊപ്പം രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി ഇവിടേക്ക് എത്തുന്ന ആളുകളെയും അടക്കം കയറ്റിവിടുന്നത്. നമുക്കറിയാം, ഈ ഇവിടേക്ക് മന്ത്രി എത്തുകയാണ്. ആരാണ് എന്ന് അറിയില്ല. മന്ത്രി ഒരുപക്ഷെ മന്ത്രി സജി ചെറിയൻ പോലീസിന്റെ സുരക്ഷയിൽ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പോകുകയാണ്. ഒരുപക്ഷെ അവിടെ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കാം. ഈ പോയിന്റിൽ ഇത്തരത്തിൽ സർക്കാരിന്റെ പ്രതിനിധികളായി എത്തുന്ന ഉന്നത ഉദ്യോഗസ്ഥർ, അതോടൊപ്പം മാധ്യമപ്രവർത്തകർ, അങ്ങനെ വളരെ നിയന്ത്രിത അളവിൽ മാത്രമേ ആളുകൾ ഇവിടേക്ക് കയറ്റിവിടുന്നുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ദുരന്തം നടന്ന മിഥുൻ അല്പസമയം മുമ്പ് സംസാരിച്ച ആ സ്ഥലം വരെ ആ ദയനീയമായ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി മറ്റ് സ്ഥലങ്ങളിൽ നിന്നടക്കം നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അധികമായി ആളുകൾ ഇവിടേക്ക് എത്തിയാൽ അത് രക്ഷാദൌത്യത്തെ ദോഷമായി ബാധിക്കുമെന്നൊരു വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ കർശനമായ ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ പോകുന്ന വഴികളിലെല്ലാം നമുക്ക് കരളലിയിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. കാരണം മുഴുവൻ ചെളിയും മണ്ണുമാണ്. ബെയിലി പാലത്തിന് സമീപത്തേക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന്, നമ്മൾ ഈ നടന്നു നീങ്ങുന്ന സ്ഥലത്ത് നിന്ന് ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഏതാണ്ട് 5-8 മിനിറ്റുകൾ കൂടി ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെ നടക്കണം. അതിന് സമീപത്ത് മുഴുവൻ ഈ വീടുകളിൽ നിന്ന്, അതായത് ഈ നാമാവശേഷമായ വീടുകളിൽ നിന്ന് കണ്ടെത്തിയ വസ്തുക്കൾ കൂട്ടിയിട്ടിരിക്കുന്ന ദയനീയമായ കാഴ്ച അത് ആരുടെയും കരയിപ്പിച്ച് കഴിയും. കാരണം ഒരു നാട് ഒന്നാകെ ഒരു രാത്രി കൊണ്ട് അപ്രത്യക്ഷമായ ദയനീയമായ കാഴ്ചയ്ക്കാണ് നമ്മൾ ഒരാഴ്ച മുമ്പ് സാക്ഷ്യം വഹിച്ചത്. ആ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ ഇപ്പോഴും മുക്തരായിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഇവിടേക്ക് തിരികെ എത്തുമ്പോൾ ഇനി തങ്ങൾ എവിടെ അന്തിയുറങ്ങും എന്ന വലിയ ചോദ്യം അവർക്ക് മുമ്പിൽ ആശങ്കയുടെ തിരമാലയായി മനസ്സിലിങ്ങനെ അലയടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ അതുമാത്രമാണ് ഇതുവഴി പുറത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എടുത്തു പറയേണ്ടുന്ന കാര്യം, നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ റെസ്ക്യൂ ടീമിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പുമായി SKMJ ഗ്രൌണ്ടിൽ നിന്ന് പുറപ്പെട്ട ഹെലികോപ്റ്റർ ആദ്യ സംഘത്തെ എയർലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അവർ സൂചിപ്പാറയിലെ സൺറൈസ് വാലിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. രക്ഷാദൌത്യം അതായത് അവിടെ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് സംശയിക്കുന്ന സ്ഥലങ്ങളിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സഹായത്തോടെ വിശദമായ പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമായിരിക്കും അവിടെ അവർ നടത്തുകയെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഞാനിപ്പോൾ നിന്ന സ്ഥലം മുതൽ ഇവിടേക്ക് ഇപ്പോൾ നമ്മൾ പ്രധാനമായി ബെയിലി പാലത്തിന് അടുത്തേക്കാണ് എത്തുന്നത്. ആ സ്ഥലം വരെ ഇതാണ് കാഴ്ച. ഇതിനു മുമ്പ് ഇങ്ങനെ ഈ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരും സൈനിക ഉദ്യോഗസ്ഥരും പോലീസും എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന സ്ഥലം, അങ്ങനെ നമ്മൾ ഈ ശബരിമലയിൽ ഈ മകരവിളക്കുമായി ബന്ധപ്പെട്ട് മറ്റും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി എല്ലാ സേനകളും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇങ്ങനെയൊരു കാഴ്ച അത് ആരെയും കരളലിയിപ്പിക്കും. കാരണം കണ്ടാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന കാര്യം. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതിനപ്പുറമാണ്, വാക്കുകൾക്ക് അതീതമാണ് ഉണ്ടായ ദുരന്തം. ഈ പരിശോധനകളിൽ പങ്കെടുത്ത പോലീസ് നായ്ക്കളെ അടക്കം തിരികെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയാണ്. ഇരുവശങ്ങളിലും സൈനിക വാഹനങ്ങൾ നിരവധി എണ്ണം നിരത്തിയിട്ടിട്ടുണ്ട്. അതിന് മുമ്പിലൂടെ വേണം നമുക്ക് ഈ ബെയിലി പാലത്തിന് സമീപത്തേക്ക് എത്താൻ. രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തതിന് ശേഷം വിശ്രമിക്കുന്ന ആളുകളുണ്ട്. ഇന്നത്തെ കഴിഞ്ഞോ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ? ഇല്ല, ഇന്നത്തെ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, എവിടെ നിന്നുള്ളവരാണ് നിങ്ങൾ? ഞാൻ കോഴിക്കോട് കൊടുവള്ളി, ഇയാള് ചുള്ളിയോട്, അവൻ കുറ്റ്യാടി, ഗൂഡല്ലൂർ വണ്ടിയുണ്ട്. ആണോ? ഓക്കെ. എങ്ങനെയാണ് നിങ്ങൾക്ക്, ഏത് തരത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ബോഡി എടുക്കുക, പാർട്സ് എടുക്കുക, അതന്നാണ് നമ്മൾ ചെയ്യുന്നത്. ആണോ? ഓക്കെ. ഇന്ന് അങ്ങനെ എവിടെയെങ്കിലും പോയിരുന്നോ രാവിലെ? ഇന്ന് വന്നിട്ടില്ലല്ലേ? ഇന്ന് വന്നിട്ടില്ല. ഇന്ന് ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇല്ല, ഇന്ന് കണ്ടെത്തിയിട്ടില്ല. നമ്മൾ കൺട്രോൾ റൂമിൽ നിന്ന് നമ്മളെ വിളിക്കുന്നുണ്ട്. നമ്മളെ സാറ് വിളിക്കും, സാറോട് സംസാരിക്കും. എന്താണ് നിലവിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്? കൂടുതൽ മൃതദേഹങ്ങൾ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് തന്നെയാണോ? കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് അഭിപ്രായം.
അതുകൊണ്ടാണ് ഈ ഞാൻ നിലവിലൊന്നും സെർച്ച് ചെയ്തിട്ട് ഇന്നലെ 4 ബോഡി കിട്ടിയായിരുന്നു. ഒന്ന് മുണ്ടക്കയിൽ നിന്ന്, 2 ഇത് വില്ലേജ് റോട്ടിൽ നിന്ന് കിട്ടിയായിരുന്നു, 1 സ്കൂൾ റോട്ടിൽ നിന്നും കിട്ടിയായിരുന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടെന്ന് സംശയിക്കുന്ന സ്ഥലം ഈ സൂചിപ്പാറയിലെ സൺറൈസ് വാലി തന്നെയാണോ? അത് കറക്റ്റ് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ കൂടെ ഈ വില്ലേജ് റോട്ടിൽ നിന്നൊക്കെ നമുക്ക് പിന്നെ ഇന്നലെയും 2 മൃതദേഹങ്ങൾ കിട്ടിയായിരുന്നു. ഒരു പിന്നെ അപ്പൊ സെർച്ച് നടക്കുന്നുണ്ട്. പിന്നെ സൂചിപ്പാറ സൈഡിൽ സെർച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. സ്വാഭാവികമായി ഇനിയും ഏതാണ്ട് 180-ലധികം ആളുകളെ കണ്ടെത്താനുണ്ട് എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. അതുകൊണ്ട് തന്നെയാണ് ആ പരിശോധനകൾ സജീവമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എയർലിഫ്റ്റ് ചെയ്ത് ഉദ്യോഗസ്ഥരെ ഈ വനമേഖലകളിൽ എത്തിച്ച് പരിശോധന നടത്തുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തിയിരിക്കുന്നതും. സ്വാഭാവികമായി ഈ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഭക്ഷണം, മറ്റ് സൌകര്യങ്ങൾ, ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട മരുന്നുകൾ, അവശ്യ മരുന്നുകൾ, മറ്റ് ഈ കാര്യങ്ങളൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പിന്റെ അടക്കം കൺട്രോൾ റൂമുകളും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ ദുരിത കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം ചൂരൽമലയുടെ കാഴ്ചകൾ ഞങ്ങളിപ്പോൾ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ചകളാണ്. ഈ ചെളി പതഞ്ഞു കിടന്ന സ്ഥലങ്ങളിൽ മണ്ണ് ഉറച്ചു തുടങ്ങിയിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ മറുവശത്ത് ഇപ്പോഴും ആ ദുരന്തത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ഈ അന്നത്തെ ആ നാശനഷ്ടങ്ങൾ, അതായത് ആ ദുരന്തത്തിൽ സർവ്വതും നശിച്ച കെട്ടിട അവശിഷ്ടങ്ങൾ അത് ഈ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി മാറ്റി ഇട്ടിരിക്കുന്നത് കാണാം. ആ പുഴയൊഴുകിയ 2ആയി തിരിഞ്ഞൊഴുകിയ വഴികളാണിത്. ഇതുവഴിയൊക്കെ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി പോലീസ് അല്ലെങ്കിൽ അഗ്നിശമന സേന ഉദ്യോഗസ്ഥരൊക്കെ ആദ്യഘട്ടത്തിൽ വാഹനങ്ങളിൽ ചെന്നെത്താൻ കഴിയുന്ന അത്രയും ദൂരത്തിലേക്ക് എത്തിയാണ് ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിച്ചത്. സമീപ സ്ഥലങ്ങളിൽ നിന്നുള്ള കാഴ്ചയാണ്. തകർന്നു വീണ മതിലുകൾ, അതോടൊപ്പം വീടുകൾ, ആ കാഴ്ചകൾ, ദുരന്ത കാഴ്ചകൾ ഇവിടുന്ന് തന്നെ തുടങ്ങിയാണ്. ഇപ്പോൾ SP അദ്ദേഹം ഈ രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് താഴേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് സാർ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം? അവർ പ്രതികരണങ്ങൾക്ക് ഒന്നും തയ്യാറാകുന്നില്ല. ഈ ദൌത്യം ഏകോപിപ്പിക്കുന്ന ചുമതലയിലാണ്. സ്വാഭാവികമായി ഇനിയും ചില മേഖലകളിലേക്ക് കൂടി അവർക്ക് എത്താനുമുണ്ട്. സ്വാഭാവികമായി അതുകൊണ്ട് തന്നെ ആ രക്ഷാദൌത്യത്തിൽ സജീവമായി ഏർപ്പെട്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. നമുക്കറിയാം ഇങ്ങനെയൊരു ഉയർന്ന പ്രദേശമാണ്, ഇടുങ്ങിയ വഴികളാണ്. ആ വഴികളിലേക്ക് അവർക്ക് സാധാരണ വാഹനങ്ങളിൽ എത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വനം വകുപ്പിന്റെയും മറ്റും ഈ കൂടുതൽ ഫോഴ്സുള്ള അല്ലെങ്കിൽ ഈ മലകളിലേക്ക് ശക്തമായി കയറാൻ കഴിയുന്ന തരത്തിലുള്ള വാഹനങ്ങൾ പ്രത്യേകം സജ്ജമാക്കി ആ വാഹനങ്ങളിലാണ് ഉദ്യോഗസ്ഥർ മറ്റും ഈ ദുരന്തമുഖത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി ഈ ചൂരൽമല ടൌണിന്റെ ഇപ്പോഴത്തെ കാഴ്ച ഇങ്ങനെയൊക്കെയാണ്. ആരുടെയും കരളലിയിപ്പിച്ച് കഴിയും അത്രമാത്രം ദയനീയമായ കാഴ്ചകൾ. ഒരാഴ്ചയ്ക്കിപ്പുറവും ആ തേങ്ങുന്ന ഓർമ്മകൾ ഇവിടെ മുഴുവൻ തളം കെട്ടി നിൽക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ പ്രതീക്ഷയായിട്ടിരുന്ന ഒരു നാട്, ആ നാട് ഈ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും മുക്തരായിട്ടില്ല. ഭീതിപ്പെടുത്തുന്ന ഓർമ്മകൾ അതങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. എന്തായാലും അതിജീവനത്തിന്റെ വഴികൾ, അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഒരു വശത്ത് തുടങ്ങുമ്പോഴും മറുവശത്ത് ഭീതിപ്പെടുത്തുന്ന ഓർമ്മയായി ആകാശം വീണ്ടും മേഘാവൃതമാകുമ്പോൾ വയനാടുകാരുടെ മനസ്സിൽ, ഈ മലഞ്ചെരികളിൽ താമസിക്കുന്ന അതിസാധാരണക്കാരായ ആളുകളുടെ മനസ്സിൽ മുഴുവൻ ഇത്തരത്തിലുള്ള ആശങ്കകൾ, ഉരുൾപൊട്ടലിന്റേതായും മണ്ണിടിച്ചിലിന്റേതായും എല്ലാ തരത്തിലും വേദനപ്പെടുത്തുന്ന ആശങ്കകൾ അതങ്ങനെ തന്നെ വീഴും. ഈ ദയനീയമായ കാഴ്ചകൾ അതിലുണ്ട്. ഈ ദുരന്തം എത്ര വലിയ ആഘാതമാണ് ഇവിടെ സൃഷ്ടിച്ചത് എന്ന് ഇപ്പോൾ കാണുന്ന ഈ കാഴ്ചകൾ അത് കൃത്യമായി നമുക്ക് വ്യക്തമാക്കി തരും. ഒരു നാടൊന്നാകെ നാമാവശേഷമായ അതിദാരുണമായ കാഴ്ചകൾക്കാണ് ചൂരൽമല സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഡാൻ കുര്യനാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. നമ്മൾ